ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ബ്ലഡ് ക്യാൻസർ ബാധിച്ച 7 വയസ്സുകാരൻ്റെ ജീവൻ നിലനിർത്താനായി രക്തമൂലകോശം കണ്ടെത്താൻ വേണ്ടി ക്യാമ്പ് തിരുവനന്തപുരത്ത് തുടങ്ങി. തിരുവനന്തപുരം ഹസൻ മരക്കാർ ഹാളിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ അവിടെ നിന്നും ചേരും. ഉമേഷ്, ഓരോ ജീവനും എത്രത്തോളം വിലപ്പെട്ടതാണെന്നും ഓരോ ജീവനുകളെയും നമ്മൾ എങ്ങനെയാണ് കരുതുന്നത് എന്നും വ്യക്തമാക്കുന്നതാണ് ഈ ക്യാമ്പ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തേണ്ടി വന്നത്? എങ്ങനെയാണ് ആ ക്യാമ്പ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അത് നമുക്ക് ശ്രീനന്ദൻ്റെ അവസ്ഥ, അതായത് നമുക്കാദ്യം ശ്രീനന്ദൻ്റെ സാഹചര്യത്തെക്കുറിച്ച് പറയാം. ശ്രീനന്ദൻ 7 വയസ്സുള്ള കുട്ടിയാണ്. തിരുവനന്തപുരത്താണ് കുട്ടിയുടെ അമ്മയുടെ വീട്. കുട്ടിയുടെ പിതാവ് അഞ്ചൽ സ്വദേശിയാണ്. ഇപ്പോൾ അഞ്ചലാണുള്ളത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ശ്രീനന്ദനെ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഇത്തരത്തിൽ രക്താർബുദമുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷമാണ് തിരിച്ചറിഞ്ഞത് ഇത്തരത്തിൽ രക്തമൂലകോശം ഈ അർബുദത്തെ തുടർന്ന് നശിച്ചുപോയി എന്നുള്ള വിവരം. നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്വകാര്യ ആശുപത്രിയിലെ അവിടുത്തെ ചികിത്സയിൽ രക്തം മാറ്റിവെച്ചാണ് ജീവൻ നിലനിർത്തി പോകുന്നത്. ഈ ഒരു ക്യാമ്പിൻ്റെ പ്രത്യേകതയിലേക്ക് ഇനി വരാം. ഇനി കണ്ടെത്തേണ്ടത് ഈ നശിച്ചുപോയ രക്തമൂലകോശം മറ്റ് ഡോണറിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ദാതാവിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതാണ്. ദാതാവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള രക്തമൂലകോശം, അതായത് ശ്രീനന്ദൻ്റെ കോശവും ഇത്തരത്തിൽ മറ്റ് ആരുടെയെങ്കിലും കോശവുമായി ഒരു ജനതിക സാമ്പിളിങ്ങിലൂടെ അത് സമാനമായി വരണമെന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം ഇത്തരത്തിൽ അതിന് സാഹചര്യമുള്ള ശ്രീനന്ദന് തന്നെ ബന്ധുക്കളുടെയും അടുത്ത കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും സാമ്പിളുകൾ ശേഖരിക്കും. അങ്ങനെ ശേഖരിച്ച് ആദ്യഘട്ടത്തിൽ ഒരു പരിശോധന നടത്തി, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രണ്ടാം ഘട്ടം എന്ന നിലയിൽ ശ്രീനന്ദൻ്റെ പിതാവ് അഞ്ചൽ സ്വദേശിയാണ്. അഞ്ചലിൽ ഉണ്ടായിരുന്ന അഞ്ചലിൽ ഒരു ക്യാമ്പ് നടത്തുകയും ഇത്തരത്തിൽ ഉമിനീർ പല ആ പ്രദേശവാസികളുടെയും അടക്കമുള്ളവരുടെയും ഉമിനീർ ശേഖരിച്ച് പരിശോധിച്ചു. അതിൻ്റെ പരിശോധനാ ഫലം ഇനി വരാനുണ്ട്. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിയൊരു ക്യാമ്പിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഈ ക്യാമ്പ് തുടരും. ഇത്തരത്തിൽ ഇത് കൂടാതെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിരുന്ന ഏകദേശം 6 ലക്ഷത്തോളം പേരുടെ സാമ്പിളുകളുമായി ശ്രീനന്ദൻ്റെ കോശ സാമ്പിളുകൾ മാച്ചാകുന്നുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. പക്ഷേ മാച്ചായിരുന്നില്ല. അതേ തുടർന്നാണ് ഇത്തരം ഒരു വലിയൊരു ക്യാമ്പിലേക്ക് സാഹചര്യങ്ങൾ എത്തുന്നത്. രാവിലെ മുതൽ വലിയ തിരക്ക് തന്നെയാണ് ക്യാമ്പിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിലേക്ക് കടക്കുക. ഓറിയൻറ്റേഷൻ ക്ലാസ് എന്ന് പറയുന്നത് ഇതെന്താണ് സംഭവം, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷമായിരിക്കും സാമ്പിൾ കളക്ഷൻ. സാമ്പിൾ ഉമിനീരാണ് എടുക്കുന്നത്. ഉമിനീര് സ്വന്തം നിലയിൽ ആ സ്വാബിലേക്ക് എടുക്കുക, അവർ തന്നെ കൊടുക്കുക. വളരെ ചെറിയൊരു പ്രോസസ്സാണ്. വളരെ ചെറിയൊരു നടപടിയിലൂടെ നമുക്കത് പൂർത്തിയാക്കാനും കഴിയും. ആ രീതിയിലാണ് സാഹചര്യങ്ങൾ ഉള്ളത്. എന്തായാലും നമുക്ക് ശ്രീനന്ദൻ്റെ പിതാവ് ഉണ്ട്. ക്യാമ്പിൽ നിരവധി പേര് വരുന്നുണ്ട്. ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയല്ലേ, എല്ലായിടത്തും പ്രതീക്ഷയാണ് നമുക്ക് വകയുള്ളൂ. ഈ പ്രതീക്ഷയ്ക്ക് നമുക്ക് ഒരിക്കലും വിരാമം വെക്കാൻ പറ്റുന്നില്ല. കാരണം ഇതെൻ്റെ കുഞ്ഞിൻ്റെ ഒരു ജീവനായിട്ട് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നല്ല രീതിയിൽ ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കി വന്ന് അതിനകത്ത് ഈ ഒരു ക്യാമ്പയിനിൽ പങ്കെടുക്കട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു സാഹചര്യം ഒന്നുകൂടി പ്രേക്ഷകർക്ക് വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. നിലവിൽ എന്താണ് ശ്രീനന്ദൻ്റെ അവസ്ഥ? എത്ര ഘട്ടം കടന്നു? അതായത് ബന്ധുക്കളുടെ സാമ്പിൾ അഞ്ചലിൽ ഒരു ക്യാമ്പ് നടത്തി, അതെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങൾ. ഇത് ആക്ച്വലി ഇതിനൊരു 45-50 ഡേയ്സാണ് ഇതിനൊരു സാമ്പിൾ കളക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കിട്ടാനുള്ള ഒരു കാലതാമസം വരുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ മാക്സിമം ആ ഒരു സമയത്തിനോട് ചേർന്ന് ഇപ്പോൾ ഫസ്റ്റ് ക്യാമ്പയിൻ കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞ് അടുത്ത ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ സമയം പോവുകയാണെങ്കിൽ നമുക്കൊരു 45-50 ഡേയ്സിനുള്ളിലേക്ക് സാമ്പിൾ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ അത്രയും സമയം നമുക്കിതിന് അനുവദീനമായിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ കുഞ്ഞിനിപ്പോൾ നമ്മൾ സ്റ്റെറോയിഡ് കൊടുത്തിട്ടാണ് നിർത്തിയേക്കുന്നത്. നമുക്ക് എന്താ വെച്ചാൽ ഇതാണ് ഇവൻ്റെ മൂലകോശങ്ങൾ മാറ്റിവെക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഒരു ട്രീറ്റ്മെൻറ്റ്. പ്രതീക്ഷയോടെ പിതാവ് ഉണ്ട്. ഈ ഒരു സമൂഹത്തിലെ വിവിധ തുറയിൽ നിന്നുള്ളവർ ഈ ക്യാമ്പിലേക്ക് എത്തുന്നുണ്ട്. ചെറുപ്പമില്ലാതെ അല്ലെങ്കിൽ പ്രായ വ്യത്യാസമില്ലാതെ നിരവധി പേർ ചെറുപ്പക്കാർ വരുന്നുണ്ട്. എന്തായാലും അത്രയും ചില ആളുകളിലേക്ക് കൂടി പോവാം. വിവരാവകാശ കമ്മീഷൻ അംഗം വിവേകാനന്ദൻ സാർ സാബ് കൊടുക്കാനാണോ വന്നത്? എനിക്ക് എടുക്കാൻ പറ്റില്ല, 60 വയസ്സായി പോയി. ഈ ഒരു ക്യാമ്പിനെ കുറിച്ച് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ കണ്ടായിരുന്നു, വീഡിയോ കണ്ടായിരുന്നു. പേര് വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചിലപ്പോൾ സംശയമുള്ളവരോടൊക്കെ എന്താ പറയുന്നത്? ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ക്യാമ്പയിനാണ് വാസ്തവത്തിൽ. കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി, അതല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ
ഈ സ്റ്റെം സെൽസിൻ്റെ കാര്യത്തിൽ ഒരു ക്യാമ്പ് ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ മറ്റു പലരെയും കൂടെ സഹായിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരാം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആളുടെ കാര്യമല്ല. നൽകാമെന്ന് പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നതല്ലേ? എത്തിയപ്പോഴാണ് അതെ, നൽകാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നതാണ്. പക്ഷേ ഏജിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം കൊടുക്കുന്നില്ല. എൻ്റെ ഡ്രൈവർ കൊടുക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷ നൽകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗം ഡോക്ടർ വിവേകാനന്ദനാണ് നമ്മൾ സംസാരിച്ചത്. ഇതുപോലെ നമുക്ക് രാവിലെ IPS ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ എത്തി സ്റ്റാമ്പ് കൈമാറിയിരുന്നു. അത്തരത്തിൽ സമൂഹത്തിന് വിവിധ തുറയിലുള്ളവർ ഇത്തരത്തിലൊരു കുഞ്ഞിൻ്റെ 7 വയസ്സുകാരൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എത്തുന്നുണ്ട്. ഇതിനൊരു ഈ സാഹചര്യങ്ങൾ ഇതിനെല്ലാം ക്യാമ്പ് നടത്തുന്നത് അല്ലെങ്കിൽ സാങ്കേതിക വിശദീകരണങ്ങൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ആ സാങ്കേതിക വിശദീകരണങ്ങൾ, അതായത് ഇവിടെയാണ് അതിൻ്റെ ഒരു ട്രെയിനിങ് ക്യാമ്പ് നടക്കുന്നത്. ആദ്യമായി ഇത്തരത്തിൽ സ്റ്റാമ്പ് കൊടുക്കാൻ എത്തുന്നവർക്ക് തുടരുക ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഒരാൾക്ക് മാത്രമല്ല, മറ്റു പലർക്കും ഇത് സഹായകമാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ. ഇപ്പോൾ